ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ക്രിസ്മസ് ആശംസ അറിയിക്കുന്നു. ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും അനുഗ്രഹവും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ലോകമെമ്പാടും രക്ഷകന്റെ ജനനത്തിൽ സന്തോഷിക്കുമ്പോൾ ഒരു ചെറിയ ചിന്ത നമുക്ക് ഏവർക്കും ചിന്തിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം വളരെ പ്രധാനമേറിയ ശ്രദ്ധേറിയ ഒരു വചനമാണ്. 2-ാം അധ്യായം 14-ാം വചനത്തിൽ നമ്മൾ കാണുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ഒരു വാക്ക് ദൂതൻ വിളിച്ചു പറയുമ്പോൾ സ്വർഗീയ സൈന്യത്തോട് ചേർന്ന് ദൂതന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആട്ടിടയന്മാർ സദ്വർത്തമാനം കേൾക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പീസ് ഓൺ എർത്ത്, ഭൂമിയിൽ സമാധാനം വന്നിരിക്കുന്നു. ദൂതന്മാർ ഈ വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭൂമിയിൽ വളരെയധികം സംഘർഷമേറിയ അവസ്ഥയിലായിരുന്നു. റോമക്കാരുടെ ഭരണത്താൽ വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു. ഇസ്രായേൽ എന്ന രാജ്യം പോലും തകർച്ചയുടെ വക്കിലായിരുന്നു. എന്നാൽ ഈ സമയത്താണ് ദൂതൻ പറയുന്നത്, ഭൂമിയിൽ സമാധാനം വന്നിരിക്കുന്നു. യേശു കർത്താവ് ജനിക്കുന്ന സമയത്തും വളരെയധികം പ്രതിസന്ധിയുടെ നടുവിലാണ് യേശു കർത്താവും ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ കാലസമ്പൂർണതയുടെ സമയത്ത് ദൈവം തന്റെ പുത്രനെ നമുക്കായി അയക്കുകയുണ്ടായി. എന്നാൽ എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ സമാധാനം വന്നതെന്നാൽ, യേശു കർത്താവ് മനുഷ്യരാശിയുടെ പാപത്തിനായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ഭൂമിയിൽ സമാധാനം വന്നത്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിലും നമ്മൾ ഓരോരുത്തരും പറയേണ്ടത് ഇതേ വാക്കുകൾ തന്നെയാണ്. യേശു ക്രിസ്തു മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ സമാധാനം വന്നിരിക്കുന്നു, അതിൽ ദൈവത്തിന് മഹത്വം. നമ്മുടെ ജീവിതം ക്രിസ്മസ് പോലെ സന്തോഷമുള്ളതായി മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.